നമസ്കാരം. കറന്റ് ഇലക്ട്രിസിറ്റി എന്ന ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമുക്ക് റെസിസ്റ്റേഴ്സിനെ കമ്പൈൻ ചെയ്യുന്നതിനെ കുറിച്ച് നമുക്ക് പഠിക്കാം. റെസിസ്റ്റേഴ്സിനെ പല രീതിയിൽ നമുക്ക് കമ്പൈൻ ചെയ്യാം. സീരീസ് ആയിട്ട് കമ്പൈൻ ചെയ്യാം, പാരലായിട്ട് കമ്പൈൻ ചെയ്യാം, സീരീസ് ആയിട്ടും പാരലായിട്ടും, അതായത് രണ്ടിൻ്റെയും കൂടി ഒരു മിക്സ്ചർ രൂപമായിട്ടും നമുക്ക് റെസിസ്റ്റേഴ്സിനെ കമ്പൈൻ ചെയ്യാം. നമുക്ക് ആദ്യം സീരീസ് ആയിട്ട് എങ്ങനെയാണ് റെസിസ്റ്റേഴ്സിനെ കമ്പൈൻ ചെയ്യാൻ നോക്കാം. രണ്ട് റെസിസ്റ്റേഴ്സ്, ഇതൊരു റെസിസ്റ്ററിൻ്റെ സിമ്പലാണ്. റെസിസ്റ്റേഴ്സിനൊക്കെ ഈ സിമ്പൽ വെച്ചിട്ടാണ് റെപ്രസെൻ്റ് ചെയ്യുക. ഇപ്പോൾ രണ്ട് റെസിസ്റ്റേഴ്സ്, ഈ രണ്ട് റെസിസ്റ്റേഴ്സും ഈ രീതിയിൽ കണക്ട് ചെയ്യുന്നതിനെയാണ് സീരീസ് കോമ്പിനേഷൻ എന്ന് പറയാം. നമുക്ക് ഈ റെസിസ്റ്ററിൻ്റെ റെസിസ്റ്റൻസിനെ R1 എന്ന് വിളിക്കാം, ഇതിൻ്റെ റെസിസ്റ്റൻസിനെ R2 എന്ന് വിളിക്കാം. ഈ കോമ്പിനേഷന് അക്രോസ് ആയിട്ട് ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൊടുക്കണം. ആ പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൊടുക്കാൻ വേണ്ടി ഒരു ബാറ്ററി കണക്ട് ചെയ്യാം. ഒരു ബാറ്ററിനെ എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം? ഈ ബാറ്ററി ഈ കോമ്പിനേഷന് അക്രോസ് ആയിട്ട് കണക്ട് ചെയ്തു. അപ്പോൾ ഈ സർക്യൂട്ടിലൂടെ ഒരു കറണ്ട് കടന്നു. നമുക്ക് കറൻറ്റിനെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് അമ്മീറ്റർ ഉപയോഗിക്കാം. ഈ സർക്യൂട്ടിലൂടെയുള്ള കറൻറ്റിനെ മെഷർ ചെയ്യാൻ വേണ്ടി നമുക്കൊരു അമ്മീറ്ററിനെ കണക്ട് ചെയ്യാം. നമുക്ക് എവിടെ വേണമെങ്കിലും അമ്മീറ്ററിനെ കണക്ട് ചെയ്യാം. നമുക്ക് ഇവിടെ അമ്മീറ്ററിനെ കണക്ട് ചെയ്യാം. അമ്മീറ്ററിൻ്റെ പോസിറ്റീവ്, കാരണം പോസിറ്റീവ് ടൈമിൽ നിന്ന് വരുന്ന ഈ ഭാഗത്ത് അമ്മീറ്ററിൻ്റെ പോസിറ്റീവ്, ഇവിടെ നെഗറ്റീവ് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഈ അമ്മീറ്ററിൽ ഈ സർക്യൂട്ടിലൂടെ കടന്നു പോകുന്ന കറൻറ്റിനെ നമുക്ക് മനസ്സിലാക്കാം. ഈ രണ്ട് റെസിസ്റ്ററിനും അക്രോസ് ആയിട്ട് കൊടുത്ത പൊട്ടൻഷ്യൽ ഡിഫറൻസ്, ഈ ബാറ്ററിയാണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൊടുക്കുന്നത്. ആ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഓരോ റെസിസ്റ്ററിന് അക്രോസ് ആയിട്ടും ഏത് രീതിയിലായിരിക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക? ഇവിടെ നോക്കൂ, ഇതിലൂടെ ഒഴുകുന്ന കറൻറ്റ്, ഈ സർക്യൂട്ടിലൂടെ ഒഴുകുന്ന കറൻറ്റ് ഒന്നാമത്തെ റെസിസ്റ്ററിലൂടെ കടന്നു പോകുന്നുണ്ട്. അതേ കറൻറ്റ് തന്നെയാണ് രണ്ടാമത്തെ റെസിസ്റ്ററിലൂടെയും കടന്നു പോകുന്നത്. അതായത് R1ലൂടെയും R2ലൂടെയും കടന്നു പോകുന്ന കറൻറ്റ് സെയിമാണ്. ഇവിടെ നോക്കൂ, ഈ രണ്ട് റെസിസ്റ്ററിനും അക്രോസ് ആയിട്ടാണ് ഈ ബാറ്ററിയുടെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൊടുത്തിട്ടുള്ളത്. ഒന്നാമത്തെ റെസിസ്റ്ററിന് അക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് കാണാൻ നമുക്ക് ഓംസ് ലോ ഉപയോഗിക്കാം. ഇതിലൂടെ കടന്നു പോകുന്ന കറൻറ്റിനെ, അതായത് അമ്മീറ്ററിൽ കാണിക്കുന്ന ഈ കറൻറ്റിനെ നമുക്ക് I എന്ന് വിളിക്കാം. ഈ I എന്ന് പറഞ്ഞ കറൻറ്റാണ് R1ലൂടെയും കടന്നു പോകുന്നത്. അതേ കറൻറ്റ് തന്നെയാണ് R2ലൂടെയും കടന്നു പോകുന്നത്. നമുക്ക് ഓംസ് ലോ പ്രകാരം R1ന് അക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എത്രയായിരിക്കും? നമുക്കറിയാം, V = I × R എന്നാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം, V = I × R. R1ന് അക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആയതുകൊണ്ട് അതിന് നമുക്ക് V1 എന്ന് വിളിക്കാം. അപ്പോൾ V1 = I × ഇതിൻ്റെ റെസിസ്റ്റൻസ് R1 ആണ്. അപ്പോൾ നമുക്ക് I × R1 എന്ന് എഴുതാം. അതുപോലെ രണ്ടാമത്തെ റെസിസ്റ്ററിന് അക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. രണ്ടാമത്തെ റെസിസ്റ്ററിന് അക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസിനെ V2 എന്ന് വിളിക്കാം. അപ്പോൾ V2 = I × R2. കാരണം രണ്ടിലൂടെയും ഒരേ കറണ്ട് കടന്നു പോകുന്നത് കൊണ്ടാണ് രണ്ടിലും I എന്ന് കൊടുത്തത്. അപ്പോൾ ഒന്നാമത്തെ റെസിസ്റ്ററിന് അക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് I × R1, രണ്ടാമത്തെ റെസിസ്റ്ററിന് അക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് I × R2. ഇവിടെ ഏത് റെസിസ്റ്ററിന് അക്രോസ് ആയിട്ടായിരിക്കും കൂടുതൽ പൊട്ടൻഷ്യൽ ഡ്രോപ്പ് ഉണ്ടാവുക? നമുക്ക് ഇക്വേഷനിൽ കാണുന്നത് പോലെ രണ്ടിലും ഒരേ കറണ്ടാണ് കടന്നു പോകുന്നത്. ഏതിനാണോ കൂടുതൽ റെസിസ്റ്റൻസ്, R1നാണോ R2നാണോ, ഏതിനാണ് കൂടുതൽ റെസിസ്റ്റൻസ്, ആ റെസിസ്റ്റൻസ് കൂടിയ റെസിസ്റ്ററിന് അക്രോസ് ആയിട്ടായിരിക്കും കൂടുതൽ വോൾട്ടേജ് ഡ്രോപ്പ്. അപ്പോൾ നമുക്ക് ഇതൊന്ന് റിയൽ ആയിട്ട് ഒന്ന് ചെയ്ത് നോക്കാം. ഈ രണ്ട് റെസിസ്റ്റേഴ്സും, ഇതൊരു കാർബൺ റെസിസ്റ്ററാണ്, സൗകര്യത്തിന് വേണ്ടി ഒരു കണക്ടറിൽ കണക്ട് ചെയ്തെന്ന് മാത്രം. ഓക്കെ, അതായത് ഇവിടെ ഒരു കാർബൺ റെസിസ്റ്റർ കണക്ട് ചെയ്തിട്ടുണ്ട്. ഈ എൻഡ്, ഈ രണ്ട് പോയിന്റുകളും, ഈ രണ്ട് ടെർമിനലുകളും ഒരേ പോയിന്റാണ്. അതുപോലെ ഈ രണ്ട് ടെർമിനലുകളും ഒരേ പോയിന്റാണ്. റെസിസ്റ്ററിൻ്റെ ഒരറ്റം ഈ ടെർമിനലിൽ കൊടുത്തിരിക്കുകയാണ്, മറ്റേ അറ്റം ഈ ടെർമിനലിൽ കൊടുത്തിരിക്കുകയാണ്. കണക്ഷൻ സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. ഓക്കെ, നമുക്ക് റിയൽ ആയിട്ട് രണ്ട് റെസിസ്റ്റേഴ്സുകൾ നമുക്ക് ഇവിടെ കണക്ട് ചെയ്യാം. എന്നിട്ട് ഓരോന്നിനും അക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എത്രയാണെന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. നമുക്ക് ഈ രണ്ട് റെസിസ്റ്റേഴ്സും ഈ സർക്യൂട്ടിൽ കണക്ട് ചെയ്യാം. എന്നിട്ട് റെസിസ്റ്റൻസ് മെഷർ ചെയ്യാം. റെസിസ്റ്റൻസ് മെഷർ ചെയ്ത് കഴിഞ്ഞ് ഓരോ റെസിസ്റ്ററിനും അക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എത്രയാണെന്നും മെഷർ ചെയ്ത് നോക്കാം. ഒന്നാമത്തെ റെസിസ്റ്റർ ഇവിടെ കണക്ട് ചെയ്യാണ്. രണ്ടാമത്തെ റെസിസ്റ്റർ ഇവിടെ കണക്ട് ചെയ്യാം.
നമുക്ക് ഓരോ റെസിസ്റ്റേഴ്സിൻ്റെയും വാല്യൂ മെഷർ ചെയ്ത് നോക്കാം. ഒന്നാമത്തെ റെസിസ്റ്ററിൻ്റെ വാല്യൂ 300.389 കിലോ ഓം എന്നാണ്, അതായത് 389 ഓം എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ R1ൻ്റെ വാല്യൂ 389 ഓം. R1 = 389 ഓം. അതുപോലെ നമുക്ക് രണ്ടാമത്തെ റെസിസ്റ്ററിൻ്റെ വാല്യൂ എത്രയാണെന്ന് നോക്കാം. 552.552 കിലോ ഓം എന്നാണ്, അതായത് 552 ഓം. R2ൻ്റെ വാല്യൂ R2 = 552 ഓം. ഓക്കെ, നമുക്ക് ഈ രണ്ട് റെസിസ്റ്റേഴ്സിനെയും സീരീസ് ആയിട്ട് കണക്ട് ചെയ്യാം. സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ട് കണക്ട് ചെയ്യും. ഓക്കെ, ഈ രണ്ട് റെസിസ്റ്റേഴ്സും സീരീസ് ആയിട്ടാണ് ഇപ്പോൾ കണക്ട് ചെയ്തിട്ടുള്ളത്. ഇനി ഇതിന് അക്രോസ് ആയിട്ട്, ഇത് കൂടെ കറണ്ട് കടന്നു പോകാൻ വേണ്ടിയിട്ട് ഈ റെസിസ്റ്ററിന് അക്രോസ് ആയിട്ടൊരു ബാറ്ററി നമുക്ക് കണക്ട് ചെയ്യാം. ഒരു ബാറ്ററി കണക്ട് ചെയ്തു. ഈ ബാറ്ററി നമുക്ക് നേരിട്ട് കൊടുക്കാം. അപ്പോൾ ഇത് കൂടെ കറണ്ട് കടന്നു പോകും, പക്ഷെ നമുക്ക് കറണ്ട് മെഷർ ചെയ്യാൻ കഴിയില്ല. അപ്പോൾ നമുക്ക് കറണ്ട് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് അമ്മീറ്റർ കൂടി നമുക്ക് ഇവിടെ സർക്യൂട്ടിൽ കൊടുക്കാം. ഇവിടെ എ എന്ന് കാണുന്ന ഭാഗത്ത്, അതായത് അമ്മീറ്ററിൻ്റെ സ്ഥാനത്ത് നമുക്കൊരു അമ്മീറ്റർ കണക്ട് ചെയ്യാം. ഞാനിതിനെ അമ്മീറ്ററിൻ്റെ ഭാഗത്തേക്ക് തിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇത് ഒരു അമ്മീറ്ററായിട്ട് ചേഞ്ച് ചെയ്തു. അമ്മീറ്ററിനെ സർക്യൂട്ടിൽ കൊടുക്കുകയാണ്. ഇനി ബാറ്ററിയുടെ പോസിറ്റീവ് അമ്മീറ്ററിൻ്റെ പോസിറ്റീവ് കൊടുക്കുക. നമുക്ക് നേരിട്ട് കൊടുക്കാം. അമ്മീറ്ററിൻ്റെ നെഗറ്റീവ് റെസിസ്റ്ററിൻ്റെ തുടക്കത്തിലേക്ക് കൊടുക്കുക. ഇനി ഈ റെസിസ്റ്ററിൻ്റെ ഈ ടേമിൽ നിന്ന് ബാറ്ററിയുടെ നെഗറ്റീവിലേക്ക് കൊടുക്കുക. ഓക്കെ, ഇവിടെ നോക്കൂ, രണ്ട് റെസിസ്റ്ററിലൂടെയും കടന്നു പോകുന്ന കറൻറ്റ് ഒരേ കറണ്ടാണെന്ന് നമുക്കറിയാം. അതിൻ്റെ വാല്യൂ 4.4 മില്ലി ആംപിയർ ആണ്. അതായത് സർക്യൂട്ടിലെ കറൻറ്റ് I = 4.4 മില്ലി ആംപിയർ. അതായത് ഒന്നാമത്തെ റെസിസ്റ്റർ കൂടെ കടന്നു പോകുന്ന കറൻറ്റും രണ്ടാമത്തെ റെസിസ്റ്റർ കൂടെ കടന്നു പോകുന്ന കറൻറ്റും ഒരേ കറൻറ്റാണ്. അതിൻ്റെ വാല്യൂ 4.4 മില്ലി ആംപിയർ. ഇനി നമുക്ക് ഈ ഒന്നാമത്തെ റെസിസ്റ്ററിന് അക്രോസ് ആയിട്ട് എത്ര വോൾട്ടേജ് ഡ്രോപ്പ് സംഭവിക്കുന്നുണ്ട് എന്ന് നോക്കാം. നമുക്ക് വോൾട്ട്മീറ്റർ വെച്ച് പരിശോധിച്ച് നോക്കാം. അതിൻ്റെ മുമ്പ് നമുക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. അത് കഴിഞ്ഞ് നമുക്കത് മെഷർ ചെയ്യാം. ഓംസ് ലോ പ്രകാരം ഒന്നാമത്തെ റെസിസ്റ്ററിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് ഡ്രോപ്പ്, അതായത് V1 = I × R1 എന്ന. അങ്ങനെയാണെങ്കിൽ ഐയുടെ വാല്യൂ V1 = ഐയുടെ വാല്യൂ 4.4 മില്ലി ആംപിയർ ആണ്. മില്ലി ആംപിയർ എന്ന് പറയുമ്പോൾ 10⁻³ ഇൻറ്റു R1ൻ്റെ വാല്യൂ എത്രയാണ് നമ്മൾ എഴുതിയിട്ടുള്ളത്? 389 ഓം ഇൻറ്റു 389. നമുക്ക് എത്രയായിരിക്കും ലഭിക്കുക? നമുക്ക് V1ൻ്റെ വാല്യൂ 4.4 ഇൻറ്റു 10⁻³ ഇൻറ്റു 389 = 1.71 എന്നാണ് ലഭിക്കുന്നത്. അപ്പോൾ V1ൻ്റെ വാല്യൂ 1.71 വോൾട്ട്. നമുക്കത് മെഷർ ചെയ്യാം. നമുക്ക് V2 കൂടി കാൽക്കുലേറ്റ് ചെയ്യാം. V2 കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമുക്കത് മെഷർ ചെയ്യാം. V1ഉം V2 നമുക്ക് മെഷർ ചെയ്യാം. നമുക്ക് V2 എത്രയായിരിക്കും ലഭിക്കുക? V2 = I × R2 എന്നാണ്. I എന്നുള്ളതിന് പകരം 4.4 ഇൻറ്റു 10⁻³ ഇൻറ്റു R2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 552 ഓമാണ്. 552. നമുക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. 4.4 ഇൻറ്റു 10⁻³ ഇൻറ്റു 552 = 2.428. 2.42 നമുക്ക് റൗണ്ട് ചെയ്യുകയാണെങ്കിൽ 2.43 വോൾട്ടാണ് നമുക്ക് ലഭിക്കുക. നമുക്ക് ഈ രണ്ട് വാല്യൂ ഒന്ന് മെഷർ ചെയ്ത് നോക്കാം.
നമുക്ക് 2 വോൾട്ട് മീറ്റർ എടുക്കുക. ഇത് ഞാൻ വോൾട്ട് എന്നുള്ള ഭാഗത്തേക്ക് ഈ നോബിനെ തിരിച്ചിരിക്കുകയാണ്. ഓക്കെ, 2 വോൾട്ട് എന്ന ഭാഗത്തേക്ക് തിരിച്ചു. ഇതിവിടെ കൊടുക്കാം, ഇതിവിടെയും കൊടുക്കാം. നോക്ക്, V1 അക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡ്രോപ്പ് കാണാൻ വോൾട്ട് മീറ്ററിൻ്റെ പോസിറ്റീവ് ഇടത്തെ സൈഡിലാണ് കൊടുക്കേണ്ടത്. കാരണം ഇടത്തെ സൈഡിലാണ് പോസിറ്റീവ് ടൈമിൽ വരുന്നത്. ഇവിടെയും അതേപോലെ തന്നെ ലെഫ്റ്റ് സൈഡിൽ പോസിറ്റീവ്, റൈറ്റ് സൈഡിൽ നെഗറ്റീവ്. ഓക്കെ, നമുക്ക് V1 വാല്യൂ 1.73 എന്നാണ് ലഭിക്കുന്നത്. V2 വാല്യൂ 2.46. കാൽക്കുലേറ്റഡ് വാല്യൂ 1.71 ലഭിച്ചത്. മെഷേർഡ് വാല്യൂ 1.7 നമുക്ക് ലഭിച്ചത്. രണ്ടും ഒരേ വാല്യൂ ആണ് നമുക്ക് ലഭിച്ചത്. 0.03 ഒരു എറർ മാത്രമേ ഉള്ളൂ അവിടെ സംഭവിച്ചിട്ടുള്ളൂ. അതേപോലെ V2 കാൽക്കുലേറ്റർ വാല്യൂ 2.43, നമുക്ക് ലഭിച്ച വാല്യൂ 2.46. ഇവിടെ നോക്കൂ, R1 റെസിസ്റ്റൻസ് 359 R2 റെസിസ്റ്റൻസ് 552. റെസിസ്റ്റൻസ് കുറവായ റെസിസ്റ്റൻ്റ് അക്രോസ് ആയിട്ടാണ് വോൾട്ടേജ് ഡ്രോപ്പ് കുറവ്. റെസിസ്റ്റൻസ് കൂടിയതിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് ഡ്രോപ്പാണ് കൂടുതൽ. വേറൊരു കാര്യം, നമുക്ക് ഈ 2 വോൾട്ടേജുകൾ കൂടി കൂട്ടുന്ന സമയത്ത്, അതായത് 1.73 2.46 കൂട്ടുന്ന സമയത്ത് നമുക്ക് എത്രയാണ് ലഭിക്കുക? 4.19 എന്നാണ് ഈ 2 വോൾട്ടേജുകളും കൂട്ടുന്ന സമയത്ത് നമുക്ക് ലഭിക്കുക. നമുക്ക് നോക്കാം, നമുക്ക് അപ്ലൈ ചെയ്ത, അതായത് ഈ 2 റെസിസ്റ്ററിനും അക്രോസ് ആയിട്ട് എത്ര വോൾട്ടേജാണ് അപ്ലൈ ചെയ്തതെന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. അതായത് ഈ 2 റെസിസ്റ്ററിനും അക്രോസ് ആയിട്ട് കൊടുത്ത വോൾട്ടേജ് ഇവിടെ നമുക്ക് പോസിറ്റീവ് കണക്ട് ചെയ്യാം. ഈ ഭാഗത്ത് നെഗറ്റീവും കണക്ട് ചെയ്തു. ഇവിടെ നോക്കൂ, നമുക്ക് ലഭിച്ച വോൾട്ടേജ് 4.2 എന്നാണ് ലഭിച്ചത്. അതായത് ഒന്നാമത്തെ റെസിസ്റ്ററിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജും രണ്ടാമത്തെ റെസിസ്റ്ററിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജും കൂടിയും ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ സർക്യൂട്ടിന് അക്രോസ് ആയിട്ട് കൊടുത്ത മൊത്തം വോൾട്ടേജ് ലഭിക്കുക. അതായത് മാത്തമാറ്റിക്കലായിട്ട് നമുക്ക് ഇങ്ങനെ എഴുതാം, V = അതായത് ടോട്ടൽ വോൾട്ടേജ്, നമ്മൾ ഈ സർക്യൂട്ടിന് അക്രോസ് ആയിട്ട് കൊടുത്ത മൊത്തം വോൾട്ടേജ്, അതിനെ V എന്ന് വിളിക്കുക. അപ്പോൾ V = V1 പ്ലസ് V1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ R1 അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ്. അപ്പോൾ നമുക്ക് ടോട്ടൽ വോൾട്ടേജ് V = V1 പ്ലസ് V2 എന്ന് എഴുതാം. 2 റെസിസ്റ്റേഴ്സിനെ സീരീസ് ആയിട്ട് കണക്ട് ചെയ്തപ്പോൾ ആ 2 റെസിസ്റ്ററിലൂടെയും കടന്നു പോകുന്ന കറൻറ്റ് സെയിം ആയിരുന്നു. വോൾട്ടേജാണ് ഡിഫറെൻ്റ് ആയിരുന്നത്. റെസിസ്റ്റൻസ് കൂടിയ റെസിസ്റ്ററിലാണ് കൂടുതൽ വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാവുക. അതായത് വോൾട്ടേജ് ഡിഫറെൻ്റ് ആണ്, കറൻറ്റ് സെയിം ആണ്. ഓരോ റെസിസ്റ്ററിനും അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് ഡ്രോപ്പുകൾ ആഡ് ചെയ്യുന്ന സമയത്ത് ആ സർക്യൂട്ടിൽ അല്ലെങ്കിൽ ആ കോമ്പിനേഷനിൽ അക്രോസ് ആയിട്ട് കൊടുത്ത മൊത്തം വോൾട്ടേജിനോട് ഈക്വൽ ആയിരിക്കും. കോമ്പിനേഷൻ അക്രോസ് ആയിട്ട് കൊടുത്ത വോൾട്ടേജ് V = ഒന്നാമത്തെ റെസിസ്റ്ററിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് V1 പ്ലസ് രണ്ടാമത്തെ റെസിസ്റ്ററിന് അക്രോസ് ആയിട്ട് കൊടുത്ത വോൾട്ടേജ് V2. അതായത് V = V1 പ്ലസ് V2 എന്ന് എഴുതാം. V1 പകരം നമ്മൾ കണ്ടതാണ്, നമ്മൾ പ്രൂവ് ചെയ്തതാണ്. V1 നമുക്ക് എങ്ങനെ എഴുതാം? I × R1 എന്ന് എഴുതാം. അപ്പോൾ V = V1 എന്നുള്ളതിന് പകരം IR1 എന്ന് എഴുതാം. V2 എന്നുള്ളതിന് പകരം IR2. ഈ രണ്ടിലും ഒരേ കറൻ്റാണ്, അതായത് 2 റെസിസ്റ്റർ കൂടി ഒരേ കറൻ്റാണ് കടന്നു പോകുന്നത്. അതുകൊണ്ട് I എന്നുള്ളതിൻ്റെ പുറത്ത് എഴുതാം. അപ്പോൾ നമുക്ക് R1 പ്ലസ് R2 അതിൻ്റെ പുറത്തെഴുതുകയാണെങ്കിൽ, അപ്പോൾ V = I × R1 പ്ലസ് R2. ഇതിന് ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കാം. അത് കഴിഞ്ഞ് ഈ 2 റെസിസ്റ്ററുകൾ സീരീസ് ആയിട്ട് കമ്പൈൻ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ നെറ്റ് ഇഫക്റ്റ് അല്ലെങ്കിൽ അതിൻ്റെ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് എത്രയായിരിക്കും എന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ 2 റെസിസ്റ്ററിനും കൂടി ഒരൊറ്റ റെസിസ്റ്ററായിട്ട് പരിഗണിക്കുകയാണെങ്കിൽ, നമ്മൾ കപ്പാസിറ്ററിലൊക്കെ ചെയ്ത പോലെ, അപ്പോൾ നമുക്ക് ആ 2 റെസിസ്റ്ററിനെയും ഒരു റെസിസ്റ്ററായിട്ട് നമ്മൾ പരിഗണിക്കുമ്പോൾ അതിനെ നമുക്ക് ഇഫക്റ്റീവ് റെസിസ്റ്റർ എന്ന് വിളിക്കാം. ആ ഇഫക്റ്റീവ് റെസിസ്റ്ററിൻ്റെ റെസിസ്റ്റൻസ് R ആയിട്ട് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ
അതായത് ഈ രണ്ട് റെസിസ്റ്ററിൻ്റെ സ്ഥാനത്ത് ഒറ്റ റെസിസ്റ്ററായിട്ട് നമ്മൾ അസ്യൂം ചെയ്യാം. അപ്പോൾ അതിലൂടെ കടന്നു പോകുന്ന കറണ്ട് തന്നെയാണ് ഐ എന്ന് പറഞ്ഞ കറണ്ട് തന്നെയാണ്. ഇതിന് അക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് കോമ്പിനേഷൻ അക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് തന്നെയാണ്. അതായത് കോമ്പിനേഷൻ അക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എത്രയാണ്? വി ആണ്. അങ്ങനെയാണെങ്കിൽ ഇഫക്റ്റീവ് റെസിസ്റ്ററിന് അക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസിന് നമുക്ക് ഇങ്ങനെ എഴുതാം, വി ഇസ് ഈക്വൽ ടു, കാരണം കടന്നു പോകുന്ന കറണ്ട് ചേഞ്ച് ഇല്ല, ഐ എന്ന് തന്നെ കൊടുക്കാം. R1ഉം R2 കൂടിയും അതിനെ ഒറ്റ റെസിസ്റ്ററായിട്ട് നമ്മൾ അസ്യൂം ചെയ്യാണ്. അതിനാണ് ഇഫക്റ്റീവ് റെസിസ്റ്റർ അല്ലെങ്കിൽ ഈക്വലൻ്റ് റെസിസ്റ്റർ എന്ന് പറയുന്നത്. അതിൻ്റെ റെസിസ്റ്റൻസിനെ ക്യാപിറ്റൽ R ആക്കി നമ്മൾ കണക്കാക്കുകയാണെങ്കിൽ നമുക്ക് വി ഇസ് ഈക്വൽ ടു ഐ ഇൻറ്റു ആർ എന്ന് എഴുതാം. ഇതിന് ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുക്കാം. ഇവിടെ നോക്കൂ, ഇക്വേഷൻ നമ്പറിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കോമ്പിനേഷന് അക്രോസ് ആയിട്ട് കൊടുത്ത പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ്. രണ്ടാമത്തെ ഇക്വേഷനിൽ വി എന്ന് പറയുമ്പോഴും എന്താണ്? നമ്മൾ കൊടുത്ത നെറ്റ് വോൾട്ടേജ് ആണ്, അല്ലെങ്കിൽ നെറ്റ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ്. അതായത് ഇക്വേഷൻ നമ്പർ 1ൻ്റെയും 2ൻ്റെയും ലെഫ്റ്റ് ഹാൻഡ് സൈഡ് സെയിം ആണ്. ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഈക്വൽ ആണെങ്കിൽ അതിൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡ് ഈക്വൽ ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? ഐ ആർ ഈസ് ഈക്വൽ ടു ഐ ഇൻറ്റു R1 പ്ലസ് R2. ഇവിടെ ഐയും ഐയും ക്യാൻസൽ ചെയ്തു. അപ്പോൾ നമുക്ക് എന്താണ് കിട്ടുക? R ഇസ് ഈക്വൽ ടു R1 പ്ലസ് R2. ഇതാണ് രണ്ട് റെസിസ്റ്റേഴ്സ് സീരീസ് ആയിട്ട് കമ്പൈൻ ചെയ്യുന്ന സമയത്തുള്ള ഇഫക്റ്റീവ് റെസിസ്റ്റൻസ്. അതായത് R1ഉം R2ഉം സീരീസ് ആയിട്ട് കമ്പൈൻ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് R ഇസ് ഈക്വൽ ടു R1 പ്ലസ് R2 എന്നായിരിക്കും. അതായത് രണ്ട് റെസിസ്റ്റേഴ്സിൻ്റെയും റെസിസ്റ്റൻസ് നേരിട്ട് ആഡ് ചെയ്യാം. നമുക്ക് ഈ രണ്ട് റെസിസ്റ്റേഴ്സിൻ്റെയും ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് സീരീസ് ആയിട്ട് കമ്പൈൻ ചെയ്യുന്ന സമയത്ത് എത്രയായിരിക്കും എന്ന് കാൽക്കുലേറ്റ് ചെയ്യുക. അത് കഴിഞ്ഞ് നമുക്ക് മെഷർ ചെയ്യാം. ഇവിടെ നോക്കൂ, R1ൻ്റെ വാല്യൂ 359 ഓം ആണ്, R2ൻ്റെ വാല്യൂ 552 ഓം ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഡെറിവേഷൻ പ്രകാരം അല്ലെങ്കിൽ നമ്മൾ ഡിറൈവ് ചെയ്ത ആ ഇക്വേഷൻ പ്രകാരം നമുക്ക് എത്രയാണ് കിട്ടേണ്ടത്? ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് R1 പ്ലസ് R2 എന്നാണ് ലഭിക്കേണ്ടത്. അതായത് R ഇസ് ഈക്വൽ ടു 389 പ്ലസ് 552 941 ഓമാണ് നമുക്ക് ലഭിക്കേണ്ടത്. നമുക്കതൊന്ന് മെഷർ ചെയ്ത് നോക്കാം. ഞാൻ ഇതൊക്കെ ഡിസ്കണക്ട് ചെയ്യാണ്. അപ്പോൾ നമുക്ക് ഈ രണ്ട് റെസിസ്റ്റേഴ്സും സീരീസ് ആയിട്ട് കമ്പൈൻ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എത്രയാണെന്ന് മെഷർ ചെയ്ത് നോക്കാം. ഒരറ്റം നമുക്ക് ഇവിടെ കൊടുക്കാം, ഒരറ്റം ഇവിടെ കൊടുക്കാം. ഓക്കെ, നമുക്ക് 941 അതായത് 0.941 കിലോ ഓം എന്നാണ് ലഭിച്ചത്. അതായത് 941 ഓം. അവിടെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത വാല്യൂ നോക്കൂ. കാൽക്കുലേറ്റ് ചെയ്ത വാല്യൂ 941 ആണ്. മെഷേർഡ് വാല്യൂ 941 ഓം ആണ്. നമുക്ക് രണ്ട് റെസിസ്റ്റേഴ്സ് സീരീസ് ആയിട്ട് കമ്പൈൻ ചെയ്യുന്ന സമയത്ത് ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് കാണാൻ ഈ രണ്ട് റെസിസ്റ്റേഴ്സും നേരിട്ട് ആഡ് ചെയ്താൽ മതി. അതായത് R ഇസ് ഈക്വൽ ടു R1 പ്ലസ് R2. നമുക്ക് അതിലൂടെ ഒഴുകുന്ന കറൻറ്റ് 4.2 മില്ലി ആംപിയർ ആയിരുന്നു. അതെങ്ങനെയാണ് 4.2 മില്ലി ആംപിയർ കിട്ടിയത്? അതും ഓംസ് ലോ ഉപയോഗിച്ചിട്ടാണ്. നമുക്ക് ഈ രണ്ട് റെസിസ്റ്റേഴ്സും സീരീസ് ആയിട്ട് കമ്പൈൻ ചെയ്യുന്ന സമയത്ത് നെറ്റ് റെസിസ്റ്റൻസ് അതായത് ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് 941 ഓമാണല്ലോ ലഭിച്ചത്. നമ്മൾ ഈ രണ്ട് റെസിസ്റ്ററിനും അക്രോസ് ആയിട്ട് കൊടുത്ത അതായത് കോമ്പിനേഷൻ അക്രോസ് ആയിട്ട് കൊടുത്ത വോൾട്ടേജ് വി ഇസ് ഈക്വൽ ടു 4.2 വോൾട്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഓംസ് ലോ ഉപയോഗിച്ച് ഇത് കൂടെ ഒഴുകിയ കറണ്ട് നമുക്ക് കണ്ടുപിടിക്കാം. നമ്മൾ അതുപോലെ കണ്ടുപിടിച്ചതാണോ അതുകൂടെ ഒഴുകിയത് നമുക്ക് പിന്നെ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കട്ടെ. കാരണം നമ്മൾ ആദ്യം തന്നെ അത് മെഷർ ചെയ്യുകയാണ് ചെയ്തത്, കാൽക്കുലേഷൻ നടത്തിയിട്ടില്ല. കാൽക്കുലേഷൻ നടത്താത്തത് ഈ രണ്ട് റെസിസ്റ്റേഴ്സും സീരീസ് ആയിട്ട് കമ്പൈൻ ചെയ്യുമ്പോൾ അതിൻ്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എത്രയാണെന്ന് നമുക്ക് ആദ്യം അറിയില്ലായിരുന്നു. നമുക്ക് ഇതിലൂടെ ഒഴുകുന്ന കറൻറ്റ് ഓംസ് ലോ ഉപയോഗിച്ച് കണ്ടുപിടിക്കാം. ഓംസ് ലോ ഉപയോഗിച്ച് നമുക്ക് വി ഇസ് ഈക്വൽ ടു ഐ ഇൻറ്റു ആർ നമുക്കറിയാം. ഐ ഇൻറ്റു ആർ ആണ്. അപ്പോൾ ഇതിലൂടെ ഒഴുകിയ കറൻറ്റ് ഐ ഇസ് ഈക്വൽ ടു വി ഡിവൈഡഡ് ബൈ ആർ എന്ന് എഴുതാം. വി എന്നുള്ളതിന് പകരം 4.2 എന്ന് കൊടുക്കാം. ആർ എന്നുള്ളതിന് പകരം ആറ് നമുക്ക് 941. അപ്പോൾ നമുക്ക് കിട്ടുന്ന കറൻറ്റ് എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. 4.2 ഡിവൈഡഡ് ബൈ 941.
4.46. നമുക്ക് ആ മീറ്റർ വെച്ചപ്പോൾ കിട്ടിയ വാല്യൂ, അതായത് കാൽക്കുലേറ്റഡ് വാല്യൂ നമുക്ക് 4.46 മില്ലി ആംപിയർ എന്നാണ് നമുക്ക് ലഭിച്ചത്. നമുക്ക് ആ മീറ്റർ വെച്ചപ്പോഴും കിട്ടിയ വാല്യൂ ഇത് തന്നെയായിരുന്നു. അതായത് നമുക്ക് 4.4 മില്ലി ആംപിയർ എന്നാണ് നമ്മുടെ ആ മീറ്ററിൽ കാണിച്ചത്. അതായത് നമ്മൾ പഠിച്ച അതേ കാര്യങ്ങളാണ് എക്സ്പെരിമെൻ്റലായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇനി നമുക്ക് രണ്ടിലധികം റെസിസ്റ്റേഴ്സ് സീരീസ് ആയിട്ട് കമ്പൈൻ ചെയ്യുമ്പോൾ എന്താണെന്ന് സംഭവിക്കാൻ നോക്കാം. അതായത് ഒരു റെസിസ്റ്റർ, 2 റെസിസ്റ്റർ, 3 റെസിസ്റ്റർ, നമുക്ക് R1, R2, R3 ഇങ്ങനെ 3 റെസിസ്റ്റേഴ്സാണ് സീരീസ് ആയിട്ട് കമ്പൈൻ ചെയ്യുന്നതെന്ന് കരുതുക. അപ്പോൾ എത്രയായിരിക്കും ഇഫക്റ്റീവ് റെസിസ്റ്റൻസ്? നമുക്ക് മൂന്നാമതൊരു റെസിസ്റ്ററും കൂടി ഈ കോമ്പിനേഷനിൽ നമുക്ക് കൊടുക്കാം. അപ്പോൾ മൂന്നാമത് ഒരു റെസിസ്റ്ററും കൂടി സർക്യൂട്ടിൽ കൊടുക്കുകയാണ്. ഇതിന് R1 എന്ന് വിളിക്കാം, ഇതിന് R2 എന്ന് കൊടുക്കാം, ഇതിന് R3 എന്ന് കൊടുക്കാം. നമുക്കിതിൻ്റെ വാല്യൂ അറിയാം. R1 = 389 ഓം ആണ്. R2ൻ്റെ വാല്യൂ 552 ഓം ആണ്. ഇതിൻ്റെ വാല്യൂ എത്രയാണെന്ന് നമുക്കൊന്ന് മെഷർ ചെയ്ത് നോക്കാം. 218 ഓം എന്നാണ്. 218 ഓം എന്നാണ് കാണുന്നത്. അപ്പോൾ നമുക്ക് R3 = 218 ഓം. നമുക്ക് ഈ 3 സീരീസ് ആയിട്ട് കമ്പൈൻ ചെയ്യുന്ന സമയത്ത് എത്രയായിരിക്കും അതിൻ്റെ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് നോക്കാം. ഇതിൽ 3 റെസിസ്റ്റർ കൂടെ കടന്നു പോകുന്ന കറണ്ട് സെയിം ആയിരിക്കും. മുന്നേ കാൽക്കുലേറ്റ് ചെയ്ത് അതേപോലെ തന്നെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. VC = IR1 + IR2 + IR3. 3ലും I കോമൺ ആണ്, അതിനെ പുറത്ത് കൊടുത്തു. ഒരു ഇഫക്റ്റീവ് റെസിസ്റ്ററിനായിട്ട് ഇത് കമ്പയർ ചെയ്യും. അങ്ങനെ ആകുമ്പോൾ IR = I × R1 + R2 + R3 എന്ന് എഴുതാം. ഐയും ക്യാൻസൽ ചെയ്യും. അപ്പോൾ നമുക്ക് R = R1 + R2 + R3 എന്നാണ് ലഭിക്കുക. നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഈ രീതിയിലാണ്. R = R1 + R2 + R3 ഇങ്ങനെയാണ് നമുക്ക് ഡിറൈവ് ചെയ്യുന്ന സമയത്ത് ലഭിക്കുക. നമുക്കിതൊന്ന് മെഷർ ചെയ്ത് നോക്കാം. ഇവിടെ മെഷർ ചെയ്യുന്നതിൻ്റെ മുമ്പ് നമുക്കിത് 3 ആഡ് ചെയ്തിട്ട് എത്രയാണ് ലഭിക്കുന്നത് നോക്കാം. അത് കഴിഞ്ഞ് നമുക്കതൊന്ന് മെഷർ ചെയ്ത് നോക്കാം. ആദ്യം കാൽക്കുലേഷൻ, പിന്നെ നമുക്ക് മെഷർമെൻറ്റ്. 389 + 552 + 218 = 1159 ഓം എന്നാണ് ലഭിച്ചത്. അതായത് 1.159 കിലോ ഓം എന്നാണ് ലഭിക്കേണ്ടത്. നമുക്ക് നോക്കാം മെഷർ ചെയ്യുന്ന സമയത്ത് എത്രയാണ് നമുക്ക് ലഭിക്കാൻ നോക്കാം. അപ്പോൾ നമുക്ക് ഈ 3 റെസിസ്റ്റേഴ്സും സീരീസ് ആയിട്ട് കമ്പൈൻ ചെയ്യുകയാണ്. ഓക്കെ, സീരീസ് ആയിട്ട് കമ്പൈൻ ചെയ്തു. ഇതിൻ്റെ റെസിസ്റ്റൻസ് നമുക്ക് മെഷർ ചെയ്യാം. ഒന്ന് ഈ അറ്റത്ത് കൊടുക്കുകയാണ്. ഓക്കെ, ഇവിടെ നോക്കൂ, നമുക്കിവിടെ ലഭിച്ചത് 1.159. നമ്മൾ എന്താണോ കാൽക്കുലേറ്റ് ചെയ്തത് അതേ വാല്യൂ ആണ് നമുക്കിവിടെ ലഭിച്ചത്. ഓക്കെ, 2 റെസിസ്റ്റേഴ്സിൻ്റെ സീരീസ് ആയിട്ട് കമ്പൈൻ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് R = R1 + R2. 3 കണക്ട് ചെയ്യുന്ന സമയത്ത് R = R1 + R2 + R3. അപ്പോൾ നമുക്ക് ജനറലൈസ് ചെയ്യാം. N റെസിസ്റ്റേഴ്സാണ് സീരീസ് ആയിട്ട് കമ്പൈൻ ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് നമുക്ക് എങ്ങനെ എഴുതാം? R = R1 + R2 + R3 + R4 എക്സെട്ര എത്ര റെസിസ്റ്റേഴ്സാണോ സീരീസ് ആയിട്ട് കണക്ട് ചെയ്തത് ആ എല്ലാ റെസിസ്റ്റേഴ്സിൻ്റെയും റെസിസ്റ്റൻസ് ആഡ് ചെയ്യുന്ന സമയത്ത്, അതായത് R = R1 + R2 + R3 എക്സെട്ര +RN, ഇതായിരിക്കും N റെസിസ്റ്റേഴ്സ് സീരീസ് ആയിട്ട് കമ്പൈൻ ചെയ്യുന്ന സമയത്തുള്ള ഇഫക്റ്റീവ് റെസിസ്റ്റൻസ്. ഇതോടെ ഇന്നത്തെ ക്ലാസ് നമുക്ക് അവസാനിപ്പിക്കാം. അടുത്ത ക്ലാസ്സിൽ നമുക്ക് റെസിസ്റ്റേഴ്സ് പാരലായിട്ട് കമ്പൈൻ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് എത്രയാണെന്ന് പരിശോധിച്ച് നോക്കാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.